നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഒല്ലൂരിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കഞ്ചാവ് പിടികൂടിയത് വിഷു ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവ മഹാമഹം ഈ മാസം 8 മുതൽ 15 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. റെക്കോർഡുകൾ തകർത്ത് സ്വർണ്ണവില. 1 പവൻ സ്വർണത്തിന് 1160 രൂപ വർദ്ധിച്ച് 52,280 രൂപയായി. വാർത്തകൾ വിശദമായി. ഒല്ലൂർ കമ്പനിപ്പടിയിൽ നിന്നും ബൈക്കിൽ കടത്തുകയായിരുന്ന 2 കിലോ കഞ്ചാവ് എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ചേർന്ന് പിടികൂടി. സംഭവത്തിൽ എടക്കുന്നി പുത്തൻപാടം സ്വദേശി ഷൈജു പിടിയിലായി. കഞ്ചാവ് കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച ബൈക്കും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. വിഷു ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് സംശയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നടക്കുന്ന കർശന പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോയ 15,000 രൂപയുടെ 10 ലിറ്റർ മദ്യവും 1,080 രൂപയുടെ 18 ഗ്രാം ഡ്രഗ്സും എക്സൈസ് വകുപ്പ് പിടിച്ചെടുത്തതായി ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഇനി NCTV ഒരുക്കുന്ന സ്പെഷ്യൽ ഇലക്ഷൻ പ്രോഗ്രാം സ്ഥാനാർത്ഥിയോടൊപ്പം. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ വികസനം, ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കമുള്ളവയിൽ നിയമപരമായി ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ചെയ്യുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന ഇലക്ഷൻ സ്പെഷ്യൽ സെഗ്മെന്റിൽ പുതുക്കാട് മണ്ഡലത്തിലെ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വിശേഷങ്ങളുമായിട്ടാണ്. ഇന്ന് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി എത്തിച്ചേരുന്നത് പുതുക്കാടിനടുത്തുള്ള പാഴായിയിലാണ്. പുതുക്കാട് മണ്ഡലത്തിലെ ജനങ്ങളോട്, പുതുക്കാട് നിയോജക മണ്ഡലം പ്രദേശത്തെ ജനങ്ങളോട് സുരേഷ് ഗോപിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. നല്ല ഫീലാണ്, ബെസ്റ്റ് ഫീലാണ്. ഇവിടെ നിന്ന് മാത്രമല്ല, നല്ല പിന്തുണ തന്നെ ലഭിക്കും. നല്ല പിന്തുണ. പുതുക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം, അതുപോലെ തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. ഈ വിഷയത്തിൽ അങ്ങേക്ക് എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നിയമപരമായി എന്തൊക്കെ സാധ്യമാവോ അതെല്ലാം ചെയ്യും. റെയിൽവേ സ്റ്റേഷൻ വികസനത്തെ കുറിച്ചുള്ള സ്ഥലമെടുത്ത് തന്നാൽ വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. കേരള സർക്കാർ സ്ഥലമെടുത്ത് തരട്ടെ, ഞങ്ങൾ ആ MLA സംസാരിക്കുക. ഈ ഒരു വന്യമൃഗങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും നമുക്ക് ദേശീയ തലത്തിലല്ല, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്, അവർ ചെയ്യട്ടെ. ഇവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല, അവർ ചെയ്യട്ടെ. ഈ ഒരു നമ്മുടെ മെട്രോയുടെ തൃശ്ശൂരെത്തും, അതുപോലെ തന്നെ കൊച്ചി, അതൊക്കെ സ്വപ്നങ്ങളാണ്. അതെ, അതൊക്കെ സ്വപ്നങ്ങളാണ്. അങ്ങനെയൊക്കെ സംഭവിക്കണം. കാരണം അത് ഡൽഹിയിൽ സംഭവിച്ചതായി കാണുന്നു. അതെ, രാജസ്ഥാനിൽ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഞാൻ കാണുന്നു. അത് ഇവിടെയും കൂടെ വരണം. മാത്രമല്ല ശക്തൻ മാർക്കറ്റ്, അതുപോലെ തന്നെ ഈ 3 റോഡുകളെയും കണക്ട് ചെയ്യുന്ന ചാവക്കാട് റോഡ്, അതുപോലെ പൊന്നാനി റോഡ്, ഈ പറയുന്ന മണ്ണുത്തി റോഡ്, ഇതിനെ 3നെയും കണക്ട് ചെയ്ത് തൃശ്ശൂരിന്റെ ശ്വാസം മുട്ടൽ കുറയ്ക്കാനായിട്ട് തൃശ്ശൂർ വരണ്ടാത്ത ആൾക്കാർക്ക് ക്രോസ് കണക്ട് ചെയ്ത് കോഴിക്കോട്ടേക്കോ എങ്ങോട്ട് വേണേലും പോകാനുള്ള ഒരു ഓവർഹെഡ് റോഡ്. ഇതെല്ലാം സ്വപ്നമാണ്. തീർച്ചയായിട്ടും ഇതിനെല്ലാം വേണ്ടി ശ്രമിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ ഭരണ സമ്പ്രദായങ്ങൾക്ക് വലിയ ഒരു കുലുക്കം സംഭവിച്ച് നല്ലത് മാത്രം അവശേഷിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിളംബരം വരണം, റിസൾട്ട് വരണം, ഫലപ്രഖ്യാപനം വരണം. അതിനായിരിക്കും നിങ്ങൾ. അത് വെറുതെ അങ്ങ് വോട്ട് ചെയ്താലും പോരാ. ഇതൊന്നും ഞങ്ങൾക്ക് ഒത്തില്ല, ഇനി ഒക്കുന്നതൊരെണ്ണം ശ്രമിക്കാം, അങ്ങനെയുമല്ല. ആ ഒക്കുന്നത് ആരെ കൊണ്ടായിരിക്കണം, ഒത്തുവരുന്നത് ആര് വഴിയായിരിക്കണം, ആ ആളെന്തുകൊണ്ട് എന്ന് പറയുന്ന ചിന്ത വേണം, അല്ലേ?
എൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ദൂരെയൊന്നുമല്ല. ഞാനൊരു ആലപ്പുഴക്കാരനാണ്. കൊല്ലത്ത് പഠിച്ചു വളർന്നയാളാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ് 34 വർഷമായിട്ട് അച്ചി വീട്ടിൽ താമസമാണ്. അച്ചി വീടെന്ന് പറയുന്നത് ഭാര്യ വീട്. തൃശ്ശൂർ കഴിഞ്ഞ് 7-8 വർഷമായിട്ട് ഇവിടുത്തെ വിഷയങ്ങളിലൊക്കെ വലിയ ആഴത്തിലല്ലെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയത്തിൽ മറ്റാരും ഇടപെടാത്ത തരത്തിൽ ഇടപെട്ട് പ്രവർത്തനത്തിൻ്റെ ഒരു നേർരേഖ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞ ആളാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് വിശ്വാസം ജനിക്കണം. ആ വിശ്വാസത്തിൻ്റെ പേരിൽ എന്നാൽ ശ്രമം ഈ വഴിക്കാവാം, ആയിക്കൂടെ, ആവണം എന്ന് പറയുന്ന നിശ്ചയത്തിലെത്തി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഗംഭീര ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. പുതുക്കാട് പ്രദേശത്ത് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വലിയ വിശ്വാസത്തോടു കൂടിയുള്ള, വലിയ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം സുരേഷ് ഗോപി എത്തിച്ചേരുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ കാണാനുണ്ട്. ഇതെല്ലാം തന്നെ വോട്ടായി തീരുകയാണെങ്കിൽ ഒരുപക്ഷെ തൃശൂർ സുരേഷ് ഗോപി ഇത്തവണ എടുക്കും എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് NDA പാളയത്തിലുള്ളവർ വെച്ചു പുലർത്തുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാം ഇന്ന് ഇവിടെ പൂർണ്ണമാകും. തൃശൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് പാഴായി സെന്ററിൽ സ്വീകരണം നൽകി. മേഖലയിലെ 2ാം ഘട്ട പര്യടന പരിപാടിയോടനുബന്ധിച്ചായിരുന്നു സ്വീകരണം. KK രാമചന്ദ്രൻ MLA, VS പ്രിൻസ് എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവ മഹാമഹം ഈ മാസം 8 മുതൽ 15 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9-ന് പ്രതിഷ്ഠാ ദിനവും കൊടിയേറ്റവും, 10-ന് രാവിലെ 9:30-ന് പൊങ്കാല, 14-ന് മഹോത്സവവും പള്ളിവേട്ടയും, 15-ന് ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ NP ശിവൻ, KI പുരുഷോത്തമൻ, CK സുകുമാരൻ, ജയകുമാർ, KR നാരായണൻ എന്നിവർ പങ്കെടുത്തു. ഏപ്രിൽ 8 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായിട്ട് ക്ഷേത്രം തന്ത്രി ആദരണീയനായിട്ടുള്ള ബ്രഹ്മശ്രീ പരമാത്ര വിജയൻ തമ്മികളുടെ ആഭിമുഖ്യത്തിൽ നടക്കുക യോഗ ഭക്തിഗാനം ഏപ്രിൽ 9-ന് പ്രതിഷ്ഠാദിനാണ്. അതിന് കൊടിയേറ്റ് ധർമ്മദൈവ സംഗമം ചീക്കാമുണ്ടി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള എല്ലാ കുടുംബദേവതകളെയും ക്ഷേത്രസന്നിധിയിലേക്ക് എഴുന്നള്ളിച്ച്. മഹിളാ കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ അധ്യക്ഷയായിരുന്നു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, മണ്ഡലം പ്രസിഡന്റ് TS രാജു, മഹിളാ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ റെജി ജോർജ്, ശാലിനി ജോയ്, റീന ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. CPM-ൽ നിന്നും രാജിവെച്ച് വന്ന മഹിളാ കോൺഗ്രസിൽ അംഗങ്ങളായവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. ഞായറാഴ്ച രാവിലെ 6:30 മുതൽ വിവിധ സെറ്റുകളുടെ അഭിഷേകം, 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെ വിവിധ സെറ്റുകളുടെ കാവടിയാട്ടം, വൈകിട്ട് 6:30-ന് ദീപാരാധന, 7:30 മുതൽ 3 മുറി പള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന സന്ധ്യാ വിസ്മയ കാഴ്ചയിൽ തെയ്യം, തിറ, ശിങ്കാരിമേളം, നാസിക് ഡോൾ എന്നിവയും രാത്രി 8:30 മുതൽ വിവിധ സെറ്റുകളുടെ കാവടിവരവും ഉണ്ടായിരിക്കും. വേനൽ ചൂടിൽ വഴിയാത്രക്കാർക്ക് ആശ്വാസം പകരുവാൻ സംഭാരം വിതരണം നടത്തി പുതുക്കാട് ജംഗ്ഷനിലെ ഓട്ടോ തൊഴിലാളികൾ. സുമേഷ്, VS രാജേഷ്, ഡേവിസ് കാവേരി, VM അഭിലാഷ്, BB ജയൻ, പോൾ കല്ലൂർ, ആൻഡ്രു ചെങ്ങാലൂർ എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും സംഭാര വിതരണം തുടരുമെന്ന് ഓട്ടോ തൊഴിലാളികൾ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പുതുക്കാട് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്ര കലശം തിങ്കളാഴ്ച ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാടിന്റെയും വടക്കേടത്ത് ഹരി നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 9-ന് വൈകിട്ട് 7:30-ന് ഭാഗവത വേദാചാര്യൻ മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. 18-ന് കലശം സമാപിക്കും. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഞായറാഴ്ച നടത്തും. രാവിലെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കു ശേഷം
8 മണിക്ക് അഴകത്ത് മനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയുടെയും ഹരീഷ് കുമാർ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് നിരക്കിൽ. 1 പവൻ സ്വർണത്തിന് 1160 രൂപയാണ് വർദ്ധിച്ചത്. വെള്ളിയാഴ്ച സ്വർണ്ണവില കുറഞ്ഞത് ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകിയിരുന്നു. ശനിയാഴ്ച 1 പവൻ സ്വർണത്തിന് 52,280 രൂപയും ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 6,535 രൂപയുമായി. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ തോമസ് ലീഹായുടെയും തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോയ് പയ്യപ്പള്ളി കാർമ്മികനാകും. ഫാദർ ജോളി ആൻഡ്രൂസ് സന്ദേശം നൽകും. വൈകിട്ട് 4-ന് വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. CDITൽ 5 മുതൽ +2 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന അവധിക്കാല കമ്പ്യൂട്ടർ പരിശീലനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഏപ്രിൽ 10 വരെ അപേക്ഷിക്കാം. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന CDITന്റെ അംഗീകൃത പരിശീലന കേന്ദ്രങ്ങൾ വഴിയാണ് 2 മാസത്തെ ക്ലാസുകൾ നൽകുക. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും www.cdit.org സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9895889892. ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ ആമ്പല്ലൂർ മുതൽ വരാക്കര വരെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച മുതൽ പണി പൂർത്തീകരിക്കുന്നതുവരെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെന്റർ കണ്ണൂർ സെന്ററിൽ 3 വർഷത്തെ ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ ഡിഗ്രി കോഴ്സ് അപേക്ഷ ക്ഷണിച്ചു. +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 8301030362, അടുത്ത നമ്പർ 9995004269. തൃശൂർ കളക്ടറേറ്റിൽ ഏപ്രിൽ 16 നടത്തുമെന്നറിയിച്ച ജില്ലാതല പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയുടെ വിചാരണ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,535 രൂപ, പവന് 52,280 രൂപ. ചെങ്ങാലൂർ പയ്യപ്പള്ളി പള്ളത്ത് ദേവസ്യ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അൽഫോൺസിയാണ് ഭാര്യ. ധന്യ, അരുൺ എന്നിവർ മക്കളും, സുജീഷ്, അനുമോൾ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഒല്ലൂരിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കഞ്ചാവ് പിടികൂടിയത് വിഷു ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവ മഹാമഹം ഈ മാസം 8 മുതൽ 15 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. റെക്കോർഡുകൾ തകർത്ത് സ്വർണ്ണവില. 1 പവൻ സ്വർണത്തിന് 1160 രൂപ വർദ്ധിച്ച് 52,280 രൂപയായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.